നമ്മളങ്ങനെ രാവിലെ തന്നെ ഒരു കാര്യമില്ല എന്ന് അറിഞ്ഞിട്ടും കഷ്ടപ്പെട്ട് നമ്മൾ റൂം വൃത്തിയാക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് വീട്ടിൽ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. അതല്ലേലും അങ്ങനെയാണല്ലോ, ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ പട്ട എന്നായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമ്മുടെ റൂം വൃത്തിയാക്കാനായിട്ട് 2 ദിവസവും, വൃത്തികേടാവാൻ ഒരൊറ്റ ദിവസം, ചിലപ്പോൾ ഒരു ദിവസം പോലും പിടിക്കില്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മളെല്ലാ സാധനവും അടുക്കി പറക്കി വെച്ച് ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി പാട്ടവർക്കി ആ ഒരു അവസ്ഥയാണ്. എൻ്റെ റൂം ഫുള്ളാക്കി നമ്മുടെ സ്ഥലത്തുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ വേസ്റ്റ് എടുത്ത് കളഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം കത്തിയത്. അല്ല, ഇതിപ്പോൾ ഇതിനെ ഞാൻ ഈ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞത്, ഇത് റോബോട്ടും ചെയ്തൂടെ? ഇനിയിപ്പോൾ റൂം വൃത്തിയാക്കലൊക്കെ പിന്നെയാവാം, വരുന്നയാൾ വന്നിട്ടാ പോട്ടെ. നമുക്കപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ആലോചിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഓട്ടോമാറ്റിക് ആക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാനാണ് ഈ വേസ്റ്റ് കൊണ്ട് ഇവിടെ കളഞ്ഞത്. വേസ്റ്റ് നിറയാറായെന്ന് സെൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വേസ്റ്റൊക്കെ കളഞ്ഞ് തിരിച്ച് റിട്ടേൺ എവിടെയാണോ സ്ഥലം അവിടെ വന്നിരിക്കണം റോബോട്ട്. നമ്മളുണ്ടാക്കാൻ പ്ലാൻ ചെയ്ത ഈ ഒരു സംഭവം നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് വഴിയോ റിമോട്ട് കൺട്രോളോ ഒന്നും കൺട്രോൾ ചെയ്യണ്ട. ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. വേസ്റ്റ് നിറയാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് അത് എവിടെയാണോ കളയേണ്ടത് ആ സ്പോട്ടിൽ കൊണ്ട് കളയും. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഗിയർ മോട്ടേഴ്സിൻ്റെ ടയറാണ് എടുക്കുന്നത്. നമ്മൾ വയ്ക്കുന്നതും ഗിയർ മോട്ടറാണ്, കുറച്ച് ടോർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പണിയാൻ തുടങ്ങി. വേറെ ഒന്നുമല്ല, ഈ ഒരു ടയർ വെച്ചേക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയണമല്ലോ, പിന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ഒരു ഗിയർ മോട്ടറാണ് കേട്ടോ. അപ്പോഴാണ് വേറൊരു സംഭവം കത്തിയത്. അല്ല, എൻ്റെ വീട്ടിലാണ് ഈ പടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പടിയൊക്കെ എങ്ങനെ കയറും? അപ്പോൾ നമ്മൾ പൊങ്ങുന്ന ടൈപ്പ് സ്പ്രിങ്ങൊക്കെ വെച്ച് കുറേ സെറ്റപ്പൊക്കെ ആലോചിച്ചു. ബട്ട് അതിനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല. നമ്മുടെ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ സോൾവ് ചെയ്യണം. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യമില്ല ഒന്ന് എടുത്തുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ അതേ ആക്രി സാധനം വെച്ച് തന്നെ ഇത് വെച്ച് സൊല്യൂഷൻ ചെയ്യാം. അതായത് നേരെ എന്തോ പട്ടികയോ എന്തോ ഒരു സംഭവം നമ്മളെടുത്തിട്ട് നേരെ പടിയുടെ അവിടെ വയ്ക്കുകയാണ്. അതായത് ഈ ഒരു റോബോട്ടിന് പടി കയറാൻ ഇതുമേ കൂടെ കയറി പോവാം. അതും വെറുതെ വെക്കുകയല്ല, നമുക്ക് വാതിലൊക്കെ അടയ്ക്കണമല്ലോ. സെർവോ ഒക്കെ വെച്ചുള്ള ഒരു ഹൈടെക് സെറ്റപ്പിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതായത് വാതിൽ അടയ്ക്കുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പടിയിൽ നിന്ന് മാറുകയും റോബോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് സ്പോട്ടിൽ വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആദ്യം ഓട്ടോമാറ്റിക് ആക്കേണ്ടത് നമ്മുടെ ഡസ്റ്റ്ബിൻ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് അതാ ഓട്ടോമാറ്റിക് ആക്കിയേക്കാം. ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിഫെടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടപോലെ തന്നെ നമ്മുടെ ഡസ്റ്റ്ബിൻ എവിടെയാണ് ഇരിക്കുന്നത് അവിടുന്ന് നേരെ ഇത് കളയുന്ന സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോയി വേസ്റ്റ് കൊണ്ട് അവിടെ കളഞ്ഞ് തിരിച്ച് ഓട്ടോമാറ്റിക്കലി എവിടെയാണോ അത് ഇരുന്നത് ആ സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെയ്യാൻ പോവാണ്. അതേ റോബോട്ടിനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് 1K ലൈക്ക് നിങ്ങൾ എത്തിക്കണം. നല്ല ബിസി ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ റീച്ച് കുറഞ്ഞു. സോ ആ പഴയ പ്രതാപം, ആ പഴയ റീച്ച് നമുക്ക് എത്തിക്കണ്ടേ? അപ്പം നിങ്ങൾ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളി കണ്ടൻറ്റുകൾ, പുതിയ പുതിയ ഇൻഫർമേഷൻ, അങ്ങനെ എല്ലാ സാധനവും നമ്മൾ സെറ്റാക്കും. ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേസ്റ്റ് കൊണ്ട് കളയുന്നത് ജസ്റ്റ് ഒരു തുടക്കമായിട്ട് കണ്ടാൽ മതി. വെടിക്കെട്ടും പൂരം എല്ലാം അതിൻ്റെ പിന്നിൽ കൂടെ വരാൻ കിടക്കുന്നുള്ളൂ. അതായത് നമ്മൾ IoT ബേസ്, ഓട്ടോമാറ്റിക്, സ്ക്രീനുള്ളത്, ക്യാമറ വെച്ച് ഫേസ് ഡിറ്റക്ഷൻ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഡസ്റ്റ്ബിന്നെ കൊണ്ട് ക്യാമറ വയ്ക്കാമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ ഡബിൾ ട്രിപ്പിൾ സപ്പോർട്ട് നമ്മൾ തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഷെയർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് ഇടാം, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുകയാണെങ്കിൽ എന്നെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ എങ്ങനെയാ ഇന്നത്തെ പണി അത് തുടങ്ങുമല്ലേ? പോകാൻ പറ്റേ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് എവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് അറിയണ്ടേ? കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വിലക്കുറവിന് നിങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത്. ഈ കാണുന്ന ഐ ഹബ് കാർട്ട് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. ഇതിൻ്റെ പ്രത്യേകത പുറത്തുള്ളതിനേക്കാളും നല്ല രീതിക്ക് വിലക്കുറവിന് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഡിഫെടെക് എന്നുള്ള ഫുൾ ക്യാപിറ്റൽ ലെറ്റർ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട്, അതിൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാ പൊളിച്ചെടുക്കുമല്ലേ? അത് മാത്രമല്ല, ഇവർ മലയാളീസാണ്. ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം. അതിൽ അവർ സൈറ്റിലില്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വോയിസ് അയച്ച് മലയാളത്തിലൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബക്കറ്റാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആക്കി എടുക്കാൻ പോകുന്നത്. നോർമൽ ഈ ഒരു ബക്കറ്റ് കൂടെ വെച്ചിട്ട് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ നാറ്റവും പ്രാണികളൊക്കെ വരും. നമ്മൾ ഈ ഒരു ബക്കറ്റാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിന്നാക്കി അല്ലെങ്കിൽ സ്മാർട്ട് ഡസ്റ്റ്ബിന്നാക്കി എടുക്കാൻ പോകുന്നത്. അതായത് നോർമൽ ഒരു ബക്കറ്റാണ്, നിങ്ങൾക്ക് സാധാ വേസ്റ്റ് ബാസ്ക്കറ്റാണെങ്കിൽ അതെടുക്കാം. നമ്മൾ ഈ ഒരു ബക്കറ്റിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഡസ്റ്റ്ബിന്നിന് മുമ്പിൽ എത്തിയോ ഇല്ലയെന്ന് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസറാണ് അൾട്രാസോണിക് സെൻസർ. നിങ്ങൾക്ക് IR സെൻസർ വെച്ച് ചെയ്യാം, പക്ഷേ ഞാൻ പറയുമ്പോൾ എപ്പോഴും അൾട്രാസോണിക് ആണ്. വേറെ സെൻസേഴ്സ് ഉണ്ടെങ്കിൽ
വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ സെൻസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ 2 കണ്ണ് പോലെ സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ശരിക്കും ഇത് കണ്ണല്ല. ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇതിൽ കൂടെ ഒരു പുള്ളി നടന്ന് ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തട്ടും. പുള്ളിക്ക് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. സോ പുള്ളി തിരിച്ചു വരും. പോയ സ്ഥലത്ത് കൂടെ പുള്ളി തിരിച്ചു വരില്ല. അടുത്ത സ്ഥലം ഇതിൽ കൂടെ പോവുകയാണെങ്കിൽ ഇതിൽ കൂടെ തിരിച്ചു വരും. സോ അത്രയുള്ളൂ സംഭവം. ഇത് വവ്വാലുകളൊക്കെ ആയിട്ട് താരതമ്യമൊക്കെ ചെയ്ത് പറയാൻ പറ്റും. നമ്മൾ അത്രേ ഉള്ളിലേക്ക് പോകുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞാണ്. ഇതിനും കുറച്ച് പിന്നുകളുണ്ട്. ആദ്യം തന്നെ ഇനി ഒന്ന് പവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ്, അതായത് GND VCC എന്ന് പറഞ്ഞ പിന്നുകൾ കണക്ട് ചെയ്യുക. പിന്നെ ട്രിഗർ എക്കോ, ഈ 2 പിന്നുകളും കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ സംഭവം നമ്മൾ ആർഡിനോയിട്ട് ഇൻ്റർഫേസ് ചെയ്യുക. നമ്മളിൽ ഉപയോഗിക്കുന്ന ആർഡിനോ യൂനോ അല്ല, അതിന് പകരം ആർഡിനോ നാനോ ആണ്. ആർഡിനോ യൂനോ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആർഡിനോ യൂനോ നമ്മുടെ കൈൻ്റെ ഇത്രയും ഉണ്ടെങ്കിൽ ആർഡിനോ നാനോ ആണ് ഈ കാണുന്നത് കുഞ്ഞു സംഭവത്തെ. ഇത് ഇത്രേ ഉള്ളൂ. അതായത് സൈസ് കുറച്ച് ചെയ്യേണ്ട പ്രൊജക്റ്റുകളിലൊക്കെ നമുക്ക് ആർഡിനോ ഈ നാനോ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ട സംഭവമാണ് സെർവോ മോട്ടർ. ഇതാണ് നമ്മുടെ സെർവോ മോട്ടർ. സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ നോർമലി ഒരു മോട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല 90 ഡിഗ്രി 120 ഡിഗ്രി ഇല്ലെങ്കിൽ 10 ഡിഗ്രി എവിടെയൊക്കെ പോയി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ പറ്റില്ല. വോൾട്ടേജ് കൊടുക്കുന്നു, കറങ്ങുന്നു, പല മോട്ടേഴ്സ് ഉണ്ട്. നോർമൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് പറയുമ്പോൾ ഡിഗ്രി സെറ്റ് ചെയ്യണം. അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ അടപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറക്കണം. പിന്നെ വേണ്ടത് 0 to 90 ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വച്ചേക്കണ പൊസിഷനൊക്കെ വെച്ചിട്ട് 180 ഡിഗ്രി അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിഗ്രിയാണ് വേണ്ടത്. ഫ്രണ്ട്സ്, നമ്മളിവിടെ പവറപ്പ് ചെയ്യാൻ പോകുന്നത് ആർഡിനോ USB വഴിയല്ല, ഒരു 9 വോൾട്ട് ബാറ്ററി വെച്ചിട്ടാണ്. അതായത് നിങ്ങൾ പോലും അറിയാണ്ട് ആർഡിനോൻ്റെ ബേസിക്കും ആർഡിനോൻ്റെ പ്രോഗ്രാമിങ്ങും എല്ലാം നമ്മൾ ഇത്തിരി വെച്ചിട്ട് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. സോ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആർഡിനോ അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചോ എന്ന് പോലും അറിയാണ്ട് എല്ലാം പഠിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 9 വോൾട്ട് ബാറ്ററി ഡയറക്റ്റ് ആർഡിനോയിൽ കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ IC വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് കൂടി കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസർ, അൾട്രാസോണിക് സെൻസർ. ഇതിന് 4 പിന്നുകളാണുള്ളത്. VCC, GND, ട്രിഗർ, എക്കോ. VCC എന്ന് പറഞ്ഞ പിൻ ആർഡിനോൻ്റെ 5 വോൾട്ട് കണക്ട് ചെയ്യുക. GND എന്ന് പറഞ്ഞ പിൻ ആർഡിനോൻ്റെ GND തന്നെ കണക്ട് ചെയ്യുക. ട്രിഗർ, എക്കോ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കോഡിൽ ഏത് പിന്നിലാണോ കണക്ട് ചെയ്തത് ആ ഒരു കറക്റ്റ് പിന്നെ കണക്ട് ചെയ്യാൻ നോക്കുക. നമ്മളിവിടെ എക്കോ 5ാമത്തേലും ട്രിഗർ 6ാമത്തെ പിന്നിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ആർഡിനോ നാനോ ബോർഡാണ് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതായത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അവരുടെ. അപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് ജസ്റ്റ് ചാറ്റ് ചെയ്ത് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ട സാധനം വാങ്ങാം. അതുപോലെ തന്നെ ഒരിക്കലും മറക്കരുത് നമ്മുടെ കൂപ്പൺ കോഡ് അടിക്കാൻ നിങ്ങൾക്ക് ഓഫർ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് കോഡ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ കോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് അൾട്രാസോണിക് സെൻസർ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ വെച്ചപ്പോൾ കറക്റ്റ് VCC, GND, ട്രിഗർ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുക. ശേഷം ഈ ഒരു കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട കറക്റ്റായിട്ട് എത്രയാണ് അതിൻ്റെ വാല്യൂ, അതായത് എത്ര ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് നിൽക്കണമെന്ന് അറിയാൻ പറ്റും. കോഡ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ ഞാൻ അവസാനം പറയാം. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതാണ് സെർവോ മോട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 90 ഡിഗ്രി 10 ഡിഗ്രി അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോഡിൽ കൊടുക്കാൻ പറ്റും. PWM സിഗ്നൽസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് പൾസ് വിത്ത് മോഡുലേഷൻ. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ജസ്റ്റ് നമുക്കിത് ആർഡിനോൻ്റെ ഒരു പിന്നി കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഇതേപോലത്തെ കുറേ സാധനങ്ങളിൻ്റെ ഒപ്പം വരും. അതായത് ജസ്റ്റ് കണക്ടേഴ്സൊക്കെ പോലത്തെ നമ്മുടെ സെർവോ അങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. അതൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡൈനോ ഗെയിം ഓട്ടോമാറ്റിക്കായിട്ട് കളിക്കുന്ന റോബോട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ കണ്ടാൽ മതി. നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവമാണ് വേണ്ട, വെള്ള കളറ്. അപ്പോൾ നമ്മൾ ഇതൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഐസ്ക്രീം സ്റ്റിക്കും ഇതും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക നമ്മുടെ സെർവോമിൽ നിന്ന് കണക്ട് ചെയ്തിട്ട്. സെർവോ അങ്ങനെ കണക്ട് ചെയ്യുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അതേ സെർവോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെർവോയും അൾട്രാസോണിക് സെൻസറും ഒരുമിച്ച് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അൾട്രാസോണിക് സെൻസറിനും സെർവോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെർവോൻ്റെ എല്ലാ പിന്നും ആർഡിനോയിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ അൾട്രാസോണിക്കിനെ എല്ലാം കണക്ട് ചെയ്യുക. എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ ബ്രെഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും GND, VCC, അതായത് പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കാൻ. ഞാൻ ഈ ഒരു ബോഡിയിൽ നിന്ന് ഒരൊറ്റ പോസിറ്റീവ് നെഗറ്റീവ് തന്നെയുള്ളൂ. അപ്പോൾ വയറിംഗ് ഒന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട, അത്രയുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. അതെ, കോഡ് നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഡിസ്റ്റൻസ് കറക്റ്റ് കാണിക്കുന്നുണ്ട്. നേരത്തെ ഇത്തിരി എററൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മളിതിനെ കാണിച്ചു തരാം. ദേ അൾട്രാസോണിക് സെൻസർ. അപ്പോൾ ഒരാൾ വന്ന് കറക്റ്റ് അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ തുറന്നു, ആൾ പോയി കഴിഞ്ഞാൽ അടയ്ക്കും. കുറച്ച് നേരം ഡിലേ ഉണ്ട്. അതായത് പെട്ടെന്നൊന്ന് ആൾ ഇടുന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ വീണ്ടും വന്നു, തുറന്നു. അതിനുശേഷം നമുക്ക് കാർഡ് ബോർഡ് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ കാർഡ് ബോർഡ് എടുത്തോന്നുള്ളൂ. നിങ്ങൾക്ക് മൾട്ടിവുഡോ വേറെ എന്തെങ്കിലും തെർമോക്കോളോ അതൊക്കെയാണെങ്കിൽ അത് എടുക്കാം. നമ്മളിപ്പോൾ കാർഡ് ബോർഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു ബക്കൻ്റെ മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ബക്കൻ്റെ ഒരു സൈഡ് ഇതേപോലെ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഇതേപോലെ തുറക്കുകയും അടയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ടേപ്പ് ഒട്ടിച്ചെടുക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് ഇത് തുറക്കുകയും അടയുകയും ചെയ്യുന്നുണ്ട്. ടേപ്പൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സെർവോൻ്റെ മുകളിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു. അതിനുശേഷം ഐസ്ക്രീം സ്റ്റിക്ക് 2 കട്ട് ചെയ്തിട്ട് സെർവോൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചേക്കുകയാണ്. ഇത് നമ്മളിത് നേരെ നമ്മുടെ പാത്രത്തിൽ ഒട്ടിച്ച് വയ്ക്കുക, അതായത് ബക്കറ്റുമേ. അടിയിൽ എന്തിനാണ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കയറിയിരിക്കാനാണ്. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ബക്കറ്റുമേ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ സംഭവം സെറ്റായി. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു നൂലാണ്. അതായത് തുറക്കുമ്പോൾ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ആ ഒരു കാർഡ്ബോർഡ് മുകളിലേക്ക് തുറക്കും. പക്ഷേ അടയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു നൂല് കെട്ടി വെച്ചേക്കാം കേട്ടോ. നമ്മൾ പുറത്ത് സെർവോ ഇതുപോലെ നൂല് കെട്ടി വെച്ച് നോക്കി, പക്ഷേ സെർവോനവിടെ ലോഡ് കൂടുതൽ വരികയാണ്. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. ഇനി നൂല് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ആർഡിനോ നേരെ ലാപ്ടോപ്പിൽ കുത്തും. അപ്പോൾ അതിന് 5 വോൾട്ട് കിട്ടും, നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സെർവോ മോട്ടർ കുറച്ച് ലോഡ് കൂടുതൽ എടുക്കുന്നുണ്ട്, ചൂടാവുണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മൾ സെർവോ മോട്ടറിന് കുറച്ചുകൂടി പവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ കൊടുത്തേക്കാണ്. അതായത് ജസ്റ്റ് ആ ഒരു സെർവോൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വേറൊരു എക്സ്റ്റേണൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് കോമൺ ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്റ്റേണലിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ആർഡിനോൻ്റെ ഗ്രൗണ്ടിലേക്ക് ചെയ്തു. ഇപ്പോൾ എനിക്കിത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല, കാരണം ഇതെപ്പോഴും പെർമനൻ്റ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ടേപ്പ് കുറച്ചിങ്ങനെ നീങ്ങി ഒരു എലാസ്റ്റിക് പോലെ, അതുപോലെ ടേപ്പ് ചിലതൊക്കെ പൊട്ടിപ്പോണു. അതുകൊണ്ട് വേറെ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അതായത് ഇതേപോലത്തെ ഒരു പഴയ സ്കെച്ചിൻ്റെ അടപ്പ് എടുത്തേക്കാണ് നമ്മൾ വിജാഗിരി സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. എനിക്ക് അത്ര ടേപ്പ് സുഖമായിട്ട് തോന്നില്ല. നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം, അതിൻ്റെ 2 സൈഡ് ഓട്ടോ കിട്ടാൻ. അപ്പോൾ നമ്മൾ സംഭവം എന്തായാലും മുറിച്ചെടുത്തിട്ടുണ്ട്. സംഭവം കുറച്ചുകൂടി മുറിക്കണമായിരുന്നു, കാരണം അത്രയും നമുക്ക് വന്നില്ല. അപ്പോൾ കുറച്ചുകൂടി മുറിക്കാം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് മുറിച്ചെടുത്തു. ഇനി നമുക്കൊന്ന് ഉരച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ കുറേ നേരത്തെ പണി കാരണം നമ്മൾ ഉരച്ച് നല്ല അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് ഓട്ടയുണ്ട്. അതിനുശേഷം നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ കറക്കുമ്പോൾ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് വരെ പെൻസിലോ കമ്പിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ പെൻസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ പണിക്ക് ശേഷം പെൻസിൽ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടില്ല, അതില്ല ഇത്തിരി കുറഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. നമ്മളിത് ആ ഒരു ടേപ്പൊക്കെ വലിച്ച് പറിച്ചൊക്കെ കൂടി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിജാഗിരി സെറ്റപ്പ് അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് പൊക്കത്തിൽ ഇതേപോലെ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി നന്നാവും തോന്നി. അപ്പോൾ നമ്മൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി, ഇത് ചാർജൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ചാർജില്ലാത്ത സാധനമായാലും ഇവിടെ എടുത്ത് വയ്ക്കും, കണക്ടറിങ്ങിലൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് ഒട്ടിക്കുക. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ, നല്ല ശക്തിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ വിജാഗിരി സെറ്റപ്പ്, അതായത് തുറക്കടയും ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഇവിടെ വയ്ക്കാം. ഇപ്പം നമ്മളെ കുറച്ചുകൂടി സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു തൈല മെഷീൻമൊക്കെ ഒഴിക്കണ ആ ഒരു ഓയിലുണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വല്ല വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഇതേപോലെ നമ്മൾ നൈസായിട്ട് ആ ഒരു അടപ്പിൻ്റെ ഉള്ളിൽ തേച്ചു. അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ചേക്കാണ്. 2 ഐസ്ക്രീം സ്റ്റിക്കും വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് വളഞ്ഞ ഐസ്ക്രീം സ്റ്റിക്കാണ് അപ്പുറത്തെ സൈഡിൽ വെച്ചേക്കണേ, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അനങ്ങാൻ വേണ്ടിയിട്ട്. നമുക്കിതൊക്കെ ഒന്ന് അളവെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അളവൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെന്തായാലും അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് കണ്ടില്ലേ. വിജാഗിരി സെറ്റപ്പ് നന്നായിട്ട് തുറക്കടയും ചെയ്യുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് സെർവോൻ്റെ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ നീളം കുറച്ചിട്ട് ആ നൂല് കട്ട് ചെയ്യാൻ പോവാണ്. കാരണം കുറച്ചുകൂടി ആ ഒരു സെർവോ മോട്ടർ കുറച്ചുകൂടി കാലം നിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂടാവുന്നുണ്ട്, മാക്സിമം ചൂടാവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ടും വലിയ രീതിക്ക് മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിജാഗിരി വെച്ചേക്കണോണ്ട് നമുക്ക് ആ സെർവോ പുറത്തേക്ക് ഒന്നാക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ടൂത്ത് പിക്ക് കൂടി വെച്ചിട്ടുണ്ട്. ഓവറായിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർവോ ആ ഒരു ടോപ്പിൻ്റെ മുകളിൽ വെച്ചു, നമ്മളെ സ്കെച്ചിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ. എന്നിട്ട് അവിടുന്ന് നേരെ ഒരു നൂലിട്ട് ഇതുപോലെ കണക്ട് ചെയ്തൊക്കെയാണ്. ഇനി വിജാഗിരിയുടെ ആ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അധികം ലോഡ് എടുക്കുകയും ചെയ്യില്ല, പുറത്തായതുകൊണ്ട് പെട്ടെന്ന് അത് തുറക്കുകയും ചെയ്യും വലിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇപ്പം ഈ സെർവോ ചൂടാവുന്നില്ല. ഇനി നമുക്കിത് വീട്ടിൽ പെർമനൻ്റ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ 9 വോൾട്ട് ബാറ്ററി മാറ്റിയിട്ട് ജസ്റ്റ് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും. IC ഒന്നും മാറ്റണ്ട, ICയുടെ ബാക്കിൽ ഒരു ഹീറ്റ്സും കൂടി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ IC നിന്ന് കത്തണ കാണാൻ പറ്റും, അത്രയും ചൂടാവും. ഇപ്പം എല്ലാം റെഡി ചെയ്തേ, നമ്മൾ കൈ വയ്ക്കും വേണ്ട.
നല്ല അടിപൊളിയായിട്ട് തുറക്കുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ തുറക്കണ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇതിനേക്കാൾ അഡ്വാൻസ് സാധനങ്ങൾ ഇനി വരുന്നുണ്ട്. മറക്കണ്ട 1K ലൈക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിണ്ണം കാച്ചി സംഭവങ്ങൾ ചെയ്യും കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വേസ്റ്റ് കൊണ്ട് കളയുന്ന റോബോട്ട് വരെ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്പർ അധികം കട്ട് ചെയ്ത് നശിപ്പിക്കാണ്ടിരിക്കാൻ ഇതുപോലെ ബ്രെഡ് ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു പിന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ജമ്പർ വയർ പല ടൈപ്പ് ഉണ്ടല്ലോ, ഇതുപോലെ ഈസി ആയിട്ട് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ അൾട്രാസോണിക് സെൻസർ ഫ്രണ്ടിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തു. അതേപോലെ ആ വയറൊക്കെ അതിൻ്റെ സൈഡിൽ കൂടി ഉള്ളിൽ കൂടി എടുത്തു. പിന്നെ നമ്മൾ 2 വയർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതായത് ഈ വയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IC വെച്ചിട്ട് 9 വോൾട്ട് എന്ന് പറയുന്ന 9 വോൾട്ട് നമ്മൾ കുറച്ച് 5 വോൾട്ട് ആക്കിയിട്ടാണ് ആർഡിനോയിൽ എടുക്കുന്നത്. അതായത് ഇത് റെഗുലേറ്റർ IC 7805 എന്ന് പറഞ്ഞൊരു IC ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് കൊടുത്തില്ലെങ്കിലും ആർഡിനോന് കുറയ്ക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ IC ഉണ്ട്. എന്നാൽ SMD അതിങ്ങനെ ചൂടാക്കണേ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ നമ്മൾ ഇതുപോലത്തെ വേറെ ഒന്നും സെപ്പറേറ്റ് കൊടുക്കാമെന്ന് വെച്ചു. ഇത് റെഗുലേറ്റർ IC 7805 ആണ്. ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റത്തെ പിൻ നമ്മുടെ ഔട്ട്പുട്ട്, അതായത് ആർഡിനോയ്ക്ക് കൊടുക്കാനുള്ള 5 വോൾട്ട്. നടുക്കത്തെ കോമൺ ഗ്രൗണ്ടാണ്. ലെഫ്റ്റിലത്തെ ആദ്യത്തെ ഇൻപുട്ടിലുള്ള 5 വോൾട്ട്. അതായത് ലെഫ്റ്റിൽ ഇതിലേക്ക് കൊടുക്കുന്ന 9 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുക, നടുക്ക് നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് എപ്പോഴും നമ്മൾ നടുക്കുന്ന കോമൺ ആയിട്ട് എടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ലെഫ്റ്റ് റൈറ്റ് മാത്രം കൊടുക്കുക. സംഭവം സെറ്റായി. അതായത് ലെഫ്റ്റിൽ ആദ്യം കൊടുത്തേക്കുന്നത് 9 വോൾട്ടിൻ്റെ പോസിറ്റീവും റൈറ്റിൽ ആദ്യം കൊടുത്തേക്കുന്നത് ആർഡിനോയിലേക്ക് പോകുന്ന പോസിറ്റീവും. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരെ നമ്മൾ 5 വോൾട്ടാക്കി കുറച്ചോളും. അപ്പോൾ എല്ലാ കണക്ഷനും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ബോർഡിൻ്റെ ആ ഒരു സംഭവം ഒന്നും ഉപയോഗിക്കാണ്ട് ചെയ്യാൻ കുറച്ചുകൂടി വൃത്തിയാവും. നമ്മളപ്പോൾ ഇങ്ങനെയല്ല ഇത് ഉദ്ദേശിക്കുന്നത്, നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡസ്റ്റ്ബിൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, അടിപൊളിയായിട്ട് വേറെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട 1K ലൈക്ക് നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. പിന്നെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒരാൾക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 9 വോൾട്ട് ബാറ്ററിയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് 12 വോൾട്ട് വെച്ചാലും മതി. 12 വോൾട്ട് വയ്ക്കുമ്പോൾ ഈ ഒരു ICയുടെ ബാക്കിൽ ഹീറ്റ് സിങ്ക് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ IC ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ കോഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന വീഡിയോൻ്റെ തംബ്നെയിലോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണതോ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കി ഇടുക. അതിനുശേഷം യൂട്യൂബ് നമ്മുടെ ഈ വീഡിയോൻ്റെ ലിങ്ക് കൂടി കൊടുക്കുക. എന്നിട്ട് എന്നെ മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഏത് വീഡിയോൻ്റെ കോഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്മാർട്ട് ഡസ്റ്റ്ബിൻ സക്സസ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ തുറക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ലൈഫ് ടൈം ആയിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 9 വോൾട്ട് ബാറ്ററി മാറ്റി ഒരു റീചാർജബിൾ 12 വോൾട്ട് ബാറ്ററിയോ അല്ലെങ്കിൽ ചാർജറോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ചെയ്താൽ മതി. എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ പ്രൊജക്റ്റാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. സംഭവം കൗതുകം ലേശം കൂടുതലാണ്. ഡസ്റ്റ്ബിൻ്റെ ഉള്ളിൽ കൊണ്ട് ക്യാമറ വെച്ചതാണ്, വേസ്റ്റ് മൊത്തം വീണ് അതൊരു ലെവലായി.